ഡ്യൂട്ടിക്കിടെ കൊല്ലപ്പെട്ട ഡോക്ടർ വന്ദനാദാസിന്റെ ഓർമ്മകൾക്ക് ഇന്ന് 1 വർഷം. ആരോഗ്യ സ്ഥാപനങ്ങൾക്കും ആശുപത്രി ജീവനക്കാർക്കുമെതിരായ അതിക്രമങ്ങൾ തടയുവാനുള്ള നിയമം ശക്തമാക്കാൻ അധികാരികൾക്ക് വന്ദനയുടെ കൊലപാതകം വരെ കാത്തിരിക്കേണ്ടി വന്നു. 1 വർഷം പിന്നിട്ടിട്ടും മകൾക്ക് നീതി കിട്ടാത്ത സാഹചര്യത്തിൽ പരമോന്നത നീതിപീഠത്തെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് വന്ദനയുടെ വീട്ടുകാർ. 2023 മെയ് 10 ആ കറുത്ത ദിവസം ഇന്നും കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ ജീവനക്കാർക്ക് മറക്കാനാവില്ല. പോലീസ് വൈദ്യപരിശോധനയ്ക്കെത്തിച്ച കുടവട്ടൂർ സ്വദേശി സന്ദീപിന്റെ കുത്തേറ്റാണ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഹൗസ് സർജൻ ഡോക്ടർ വന്ദനാദാസ് കൊല്ലപ്പെട്ടത്. മുറിവിൽ തുന്നലിടുമ്പോഴായിരുന്നു സന്ദീപ് അക്രമാസക്തനായത്. ചുറ്റുമുണ്ടായിരുന്നവർ പ്രാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെട്ടപ്പോൾ ഒറ്റപ്പെട്ടുപോയ വന്ദനയെ ചവിട്ടി വീഴ്ത്തി കത്രിക ഉപയോഗിച്ച് പലതവണ സന്ദീപ് കുത്തി. ഗുരുതരമായി പരിക്കേറ്റ വന്ദനയെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രാവിലെ 8:25 മരണത്തിന് കീഴടങ്ങി. ജില്ലാ ക്രൈംബ്രാഞ്ചാണ് കേസ് അന്വേഷിച്ച് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. കൊട്ടാരക്കര കോടതിയിലായിരുന്നു ആദ്യ നടപടികളെങ്കിലും കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് വിചാരണ. ഹൈക്കോടതി ഉൾപ്പെടെ ജാമ്യാപേക്ഷ തള്ളിയതോടെ പ്രതി സന്ദീപ് ഇപ്പോഴും ജയിലിലാണ്. സന്ദീപിന്റെ വക്കാലത്തേറ്റെടുക്കാനെത്തിയത് അഡ്വക്കേറ്റ് BA ആളൂർ. സന്ദീപിനെ കുറ്റവിമുക്തനാക്കണമെന്നാവശ്യപ്പെട്ട് ആളൂർ സമർപ്പിച്ച വിടുതൽ ഹർജിയിൽ കത്രിക കൊണ്ടുള്ള മുറിവ് മരണകാരണമാകില്ലെന്നും തക്ക സമയത്ത് കൃത്യമായ ചികിത്സ ലഭ്യമാക്കാൻ ബന്ധപ്പെട്ടവർക്ക് കഴിയാത്തതാണ് മരണകാരണമെന്നും വാദിക്കുന്നു. കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുന്നതിനു വേണ്ടി കേസ് ഈ മാസം 22 മാറ്റിയിരിക്കുകയാണ്. അതേസമയം കേസ് CBIക്ക് കൈമാറണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളിയതോടെ മേൽക്കോടതികളെ സമീപിക്കാനുള്ള ഒരുക്കത്തിലാണ് വന്ദനയുടെ മാതാപിതാക്കളായ KG മോഹൻദാസും അമ്മ വസന്തകുമാരിയും. വന്ദന കൊല്ലപ്പെട്ടിട്ടും ആരോഗ്യപ്രവർത്തകരുടെ ജീവന് സംരക്ഷണമൊരുക്കി നിയമം കർശനമാക്കിയിട്ടും ആശുപത്രികൾക്കും ആരോഗ്യപ്രവർത്തകർക്കുമെതിരായ അതിക്രമങ്ങൾക്ക് ഇപ്പോഴും വലിയ കുറവില്ല എന്നതാണ് മറ്റൊരു വസ്തുത. സുജിത് സുരേന്ദ്രൻ, അമൃത ന്യൂസ്, കൊല്ലം.